ഹായ്, എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ഒരുപക്ഷെ ഇതൊരു ഫോണിലോ ലാപ്ടോപ്പിലോ ആയിരിക്കും കാണുന്നത്, അല്ലേ? നമ്മുടെ ജീവിതം ഇന്ന് ഡിജിറ്റൽ സ്ക്രീനുകളുമായി എത്രത്തോളം ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് പറയേണ്ടതില്ലല്ലോ. പക്ഷേ ഈ പുതിയ ലോകത്ത് നമ്മുടെയൊക്കെ അവകാശങ്ങൾ എന്തൊക്കെയാണ്? അതാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. ഹൈഡി ബഗോസിയന്റെ സൈബർ സിറ്റിസൺസ് എന്ന പുസ്തകത്തെ ആസ്പദമാക്കി ഈ ഡിജിറ്റൽ യുഗത്തിൽ നമ്മുടെ സ്ഥാനം എവിടെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ നമുക്ക് നേരെ കാര്യത്തിലേക്ക് കടക്കാം. ഒരു പ്രധാന ചോദ്യത്തോടെ തന്നെ തുടങ്ങാം. ഈ ഡിജിറ്റൽ ലോകത്ത് നിങ്ങൾ ആരാണ്? ശരിക്കും സ്വന്തമായി തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു പൗരനാണോ? അതോ നിങ്ങൾ പോലും അറിയാതെ അൽഗോരിതങ്ങളാൽ നിയന്ത്രിക്കപ്പെടുന്ന ഒരു പ്രജയാണോ? ഈ ചോദ്യത്തിനുള്ള ഉത്തരം കണ്ടെത്താനാണ് നമ്മൾ ഇന്ന് ശ്രമിക്കുന്നത്. അതിനുമുമ്പ് ആരാണ് ഈ സൈബർ പൗരൻ എന്ന് നമുക്കൊന്ന് നോക്കാം. വളരെ സിമ്പിളാണ്. ഡിജിറ്റൽ ടെക്നോളജി നിങ്ങളുടെ അവകാശങ്ങളെയും സ്വാതന്ത്ര്യങ്ങളെയും ഉത്തരവാദിത്തങ്ങളെയും ബാധിക്കുന്നുണ്ടോ എങ്കിൽ നിങ്ങളൊരു സൈബർ പൗരനാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മളെല്ലാവരും സൈബർ പൗരന്മാരാണ്, അല്ലേ? ഇവിടെയാണ് നമ്മളൊരു പ്രധാനപ്പെട്ട കാര്യം മനസ്സിലാക്കേണ്ടത്. സാങ്കേതിക വിദ്യ എന്ന് പറയുന്നത് ഒരു ഇരുതലവാളാണ്. അതായത് അത് നമുക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ തരുന്നുണ്ട്, അതേസമയം അതിൽ വലിയ അപകടങ്ങളും ഒളിഞ്ഞിരിപ്പുണ്ട്. നോക്കൂ, ഇതാണ് ആ ഡിജിറ്റൽ പ്രതിസന്ധി. ഒരു സൈഡിൽ ടെക്നോളജി നമ്മളെ ശാക്തീകരിക്കുന്നു, ലോകത്തിൻ്റെ ഏതു കോണിലുള്ളവരുമായി നമ്മളെ ബന്ധിപ്പിക്കുന്നു, നമ്മുടെ അഭിപ്രായങ്ങൾ പറയാനുള്ള വേദി ഒരുക്കുന്നു. എന്നാൽ മറുഭാഗത്തോ അതേ ടെക്നോളജി തന്നെ നമ്മുടെ സ്വകാര്യതയ്ക്ക് ഭീഷണിയാകുന്നു, നമ്മളെ നിരന്തരം നിരീക്ഷിക്കാൻ ഉപയോഗിക്കുന്നു, നമ്മുടെ പെരുമാറ്റത്തെ പോലും സ്വാധീനിക്കാൻ അതിന് സാധിക്കുന്നു. അപ്പോൾ ഇത് ശാക്തീകരണവും നിയന്ത്രണവും തമ്മിലുള്ള ഒരു വടംവലിയാണ്. ശരി, അപ്പോൾ നമുക്ക് പ്രശ്നത്തിന്റെ ആഴത്തിലേക്ക് ഒന്നുകൂടി ഇറങ്ങിച്ചെല്ലാം. എങ്ങനെയാണ് ഈ ടെക്നോളജി നമ്മളെ, അതായത് പൗരന്മാരെ, വെറും പ്രജകളാക്കി മാറ്റുന്നത്? ഈ പുസ്തകം പ്രധാനമായും 3 ഭീഷണികളാണ് മുന്നോട്ട് വയ്ക്കുന്നത്. ഒന്നാമത്തേത് മാസ് സർവൈലൻസ് അഥവാ വ്യാപകമായ നിരീക്ഷണം. നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ ഓരോ നീക്കവും ട്രാക്ക് ചെയ്യപ്പെടുന്നു. ഇത് നമ്മുടെ സ്വകാര്യതയെ ഇല്ലാതാക്കുന്നു, അല്ലേ? രണ്ടാമത്തേത് ടാർഗറ്റഡ് പരസ്യങ്ങളും തെറ്റായ വിവരങ്ങളും. നമ്മുടെ ഇഷ്ടങ്ങൾ മനസ്സിലാക്കി നമ്മളെക്കൊണ്ട് ചില സാധനങ്ങൾ വാങ്ങിപ്പിക്കാനും നമ്മുടെ ചിന്തകളെ സ്വാധീനിക്കാനും വരെ ഇതിന് കഴിയും. പിന്നെ മൂന്നാമത്തേത് ഡിജിറ്റൽ ഡിവൈഡ്, അതായത് ടെക്നോളജി കിട്ടുന്നവരും കിട്ടാത്തവരും തമ്മിലുള്ള അന്തരം. ഇത് സമൂഹത്തിൽ വലിയൊരു അസമത്വം ഉണ്ടാക്കുന്നുണ്ട്. ഹൈഡി ബഗോസിയൻ പറയുന്ന ഒരു കാര്യം വളരെ ഗൗരവമുള്ളതാണ്. അവരുടെ വാക്കുകളിൽ പറഞ്ഞാൽ, കോർപ്പറേറ്റ് ഗവൺമെന്റ് നിയന്ത്രണത്തിന് കീഴിലുള്ള നിഷ്ക്രിയ പ്രജകളായി പൗരന്മാരെ മാറ്റുന്നു എന്നതാണ് യഥാർത്ഥ അപകടം. നമ്മുടെ സ്വാതന്ത്ര്യം എത്രത്തോളം അപകടത്തിലാണെന്ന് കാണിക്കുന്ന ഒരു ശക്തമായ മുന്നറിയിപ്പാണിത്. പക്ഷേ പേടിക്കേണ്ട, ഇതുടെ അന്ത്യവിധിയൊന്നുമല്ല. ഈ പുസ്തകം പ്രശ്നങ്ങൾ പറയുക മാത്രമല്ല, അതിനുള്ള പരിഹാരങ്ങളും പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് പരിഹാരങ്ങളിലേക്ക് കടക്കാം. ഒരു കോൾ ടു ആക്ഷൻ. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്: നമ്മൾ നിസ്സഹായരല്ല. നമ്മളൊന്ന് മനസ്സുവെച്ചാൽ, സജീവമായ സൈബർ പൗരന്മാരായി മാറിയാൽ നമ്മുടെ സ്വാതന്ത്ര്യങ്ങൾ നമുക്ക് തന്നെ സംരക്ഷിക്കാൻ സാധിക്കും. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഈ സജീവ സൈബർ പൗരൻ ആകുന്നത്? നിങ്ങൾക്കും എനിക്കും വ്യക്തിപരമായി എന്തു ചെയ്യാൻ കഴിയും? പുസ്തകത്തിലൊരു ഡിജിറ്റൽ ആക്ഷൻ പ്ലാൻ തന്നെ പറയുന്നുണ്ട്. നമുക്കത് വിശദമായി നോക്കാം. ഏതൊരു വലിയ മാറ്റവും തുടങ്ങുന്നത് ഓരോ വ്യക്തിയിൽ നിന്നുമാണ്. ആദ്യമായി ചില പ്രൈവസി ടൂളുകൾ ഉപയോഗിക്കാൻ പഠിക്കുക. VPNുകൾ, എൻക്രിപ്റ്റഡ് മെസ്സേജിംഗ് ആപ്പുകൾ ഒക്കെ നമ്മുടെ സ്വകാര്യത സംരക്ഷിക്കാൻ ഒരുപാട് സഹായിക്കും. രണ്ടാമത്, ഓൺലൈനിൽ പങ്കുവെക്കുന്ന വിവരങ്ങളിൽ ഒരു നിയന്ത്രണം വയ്ക്കുക. എല്ലാ കാര്യങ്ങളും എല്ലാവരുമായി പങ്കുവെക്കേണ്ടതില്ലല്ലോ. മൂന്നാമത്തേത് മീഡിയ സാക്ഷരത. കാണുന്നതും കേൾക്കുന്നതുമെല്ലാം അതേപടി വിശ്വസിക്കരുത്. സത്യാവസ്ഥ എന്താണെന്ന് സ്വയം അന്വേഷിക്കാൻ ശ്രമിക്കുക. ഇനി ഈ പ്രൊഫഷണലുകളുടെ കാര്യമെടുത്താൽ അവർക്ക് വലിയൊരു ഉത്തരവാദിത്വമുണ്ട്. ജോലിസ്ഥലങ്ങളിൽ സൈബർ സെക്യൂരിറ്റിക്ക് പ്രാധാന്യം കൊടുക്കുക. പുതിയ ടെക്നോളജികൾ, അതായത് AI പോലുള്ളവ ധാർമ്മികമായി ഉപയോഗിക്കാൻ മുൻകൈയെടുക്കുക. ടെക്നോളജിയുടെ ഭാവി തീരുമാനിക്കുന്നതിൽ നിങ്ങളുടെയൊക്കെ പങ്ക് വളരെ വലുതാണ്. വിദ്യാഭ്യാസ രംഗത്തും വലിയ മാറ്റങ്ങൾ വരേണ്ടതുണ്ട്. അധ്യാപകരും വിദ്യാർത്ഥികളും ശ്രദ്ധിക്കണം. പാഠ്യപദ്ധതിയിലെ ഡിജിറ്റൽ സിറ്റിസൺഷിപ്പ് ഒരു ഭാഗമാക്കണം. ടെക്നോളജിയെക്കുറിച്ച് കണ്ണുമടച്ച് വിശ്വസിക്കാതെ അതിനെ വിമർശനാത്മകമായി കാണാൻ കുട്ടികളെ പഠിപ്പിക്കണം. അതുപോലെ പ്രധാനമാണ് ഡിജിറ്റൽ ഡിവൈഡ് ഇല്ലാതാക്കുക എന്നത്. എല്ലാ കുട്ടികൾക്കും ഒരുപോലെ അവസരങ്ങൾ കിട്ടണം. തീർച്ചയായും ഇതൊക്കെ നടക്കണമെങ്കിൽ നയരൂപകർത്താക്കൾ, അതായത് ഗവൺമെന്റ്, ഇടപെടണം. നമ്മുടെ ഡേറ്റ സംരക്ഷിക്കാൻ ശക്തമായ നിയമങ്ങൾ കൊണ്ടുവരണം. AI പോലുള്ള സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കുമ്പോൾ സർക്കാർ സുതാര്യത കാണിക്കണം. ഇതൊക്കെ ഓരോ പൗരന്റെയും ഡിജിറ്റൽ അവകാശം സംരക്ഷിക്കാൻ അത്യാവശ്യമാണ്. അവസാനമായി, ഒരു സമൂഹം എന്ന നിലയിൽ നമുക്കെല്ലാവർക്കും ഒരുമിച്ച് ചില കാര്യങ്ങൾ ചെയ്യാനുണ്ട്. നമ്മുടെ ഡേറ്റയുടെ വില നമ്മൾ തിരിച്ചറിയണം. ഡിജിറ്റൽ അവകാശങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സംഘടനകളെ നമ്മൾ സപ്പോർട്ട് ചെയ്യണം. പുതിയ കണ്ടുപിടുത്തങ്ങൾ വരുമ്പോൾ അത് നമ്മുടെ നന്മയ്ക്കാണോ അതോ ദോഷത്തിനാണോ എന്ന് നമ്മൾ ഒരുമിച്ച് ചിന്തിക്കണം. അപ്പോൾ ഇതെല്ലാം കേട്ട് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം,
ഈ ഡിജിറ്റൽ ലോകത്തൊരു ശാക്തീകരിക്കപ്പെട്ട പൗരനായി മാറുക എന്ന് പറഞ്ഞാൽ എന്താണ്? പുസ്തകം പറയുന്നതനുസരിച്ച് പൗരത്വമെന്ന് പറഞ്ഞാൽ നിയമപരമായ അവകാശങ്ങൾ മാത്രമല്ല, അതിനപ്പുറം അത് നമ്മുടെ ഡേറ്റയുടെ മേലുള്ള നമ്മുടെ നിയന്ത്രണമാണ്, നമ്മളെ നിരീക്ഷിക്കുന്നുണ്ടോ എന്നതിനെക്കുറിച്ചുള്ള നമ്മുടെ അവബോധമാണ്, പിന്നെ ഈ ഡിജിറ്റൽ ലോകത്തെ നല്ല രീതിയിൽ രൂപപ്പെടുത്തുന്നതിൽ നമ്മൾ ഓരോരുത്തരും എടുക്കുന്ന പങ്കാളിത്തമാണ്. ഒരു കാര്യം ഓർക്കുക, നമ്മുടെ ഡിജിറ്റൽ ഭാവി ഇനിയും എഴുതി തീർന്നിട്ടില്ല. അതെഴുതേണ്ടത് നമ്മളാണ്, നമ്മുടെ ഓരോരുത്തരുടെയും പ്രവൃത്തികളിലൂടെ. അപ്പോൾ അവസാനമായൊരു ചോദ്യം, ഇത് നിങ്ങളോടാണ്. ഒരു യഥാർത്ഥ സൈബർ പൗരനാകാൻ, നമ്മുടെ ഡിജിറ്റൽ ഭാവിയെ സുരക്ഷിതമാക്കാൻ ഇന്നു മുതൽ നിങ്ങൾ എന്ത് ചെയ്യാൻ പോകുന്നു?